ഈ വീഡിയോയിൽ ആദ്യമേ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പാകിസ്ഥാനിൽ അസീം മുനീർ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് കുപ്പായൊക്കെ തച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് അസീം മുനീറിനെതിരെ പല രീതിയിലുള്ള കമന്റുകൾ. അതായത് അസീം മുനീർ ഇന്ത്യയുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് മാളത്തിൽ ഒളിച്ചിരിക്കുമായിരുന്നു, അങ്ങനത്തെ ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്. അസീം മുനീർ ശ്രീലങ്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലങ്ക വിസിറ്റ് ചെയ്യാനുള്ള കാരണം, ഒഫീഷ്യലി ഒരു രാജ്യം വിസിറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു രാജ്യവും അതിനെ ഡിനൈ ചെയ്യത്തില്ല. ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. അത് കൂടാഞ്ഞിട്ട് ISIയുടെ ചില പദ്ധതികൾ ചൈന മുഖാന്തരം ശ്രീലങ്കയുടെ ഉള്ളിൽ നടപ്പിലാക്കാൻ ചില പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട്. അത് നമ്പർ 1. അത് കൂടാതെ തന്നെ പാകിസ്ഥാന് ബംഗ്ലാദേശിന്റെ ഉള്ളിലും ചില തരികിട പരിപാടികൾ. അതായത് ഇന്ന് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നിന്നും വാർത്ത പുറത്തു വരുന്നത്, ബംഗ്ലാദേശിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് അവിടെ മൈനോറിറ്റികൾക്കെതിരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടതിന്റെ പ്രധാനപ്പെട്ട കണ്ണി ചൈനയും പാകിസ്ഥാനുമാണെന്നുള്ള വെളിപ്പെടുത്തലും അവിടെ നിന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമറിൽ ഉൽഫ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് അംഗീകരിച്ചില്ല, പക്ഷെ അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉൽഫ തീവ്രവാദികൾ റിപ്പോർട്ടും സ്റ്റേറ്റ്മെന്റും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പാകിസ്ഥാന്റെ ISIയുടെ ഇടപെടലാണ്. ഈ പാകിസ്ഥാന്റെ ISIയുടെ ഇടപെടൽ മ്യാൻമറിന്റെ ഭാഗത്ത് ഞാൻ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് അവിടെയും ISI അപ്പം ഒരു പക്കാ പ്ലാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു, ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടണം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് പഴയ ഇന്ത്യയല്ല. ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് ഏത് അറ്റം വരെയും പോയി നടത്തും. അതിന് അമേരിക്കയുടെയോ റഷ്യയുടെയോ ആരുടെയും തന്നെ പെർമിഷന്റെ ആവശ്യമില്ല. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് മടങ്ങും. ഇന്ത്യക്ക് ഒരു ത്രെട്ട് ഉണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഇന്റലിജൻസിന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആക്രമണം ഉറപ്പാണ്. അത് ഇന്ത്യയെ ചുറ്റിയിരിക്കുന്ന ഓരോ രാജ്യങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ചൈനയെ പോലെ അടിക്കും എന്ന് ഭീഷണിപ്പെടുത്തത്തില്ല. നമ്മൾ അടിച്ചിട്ട് സൈലന്റ് ആയിട്ട് തിരിച്ചു വന്നിരിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, അങ്ങനെ വിളിച്ചു കൂവി അങ്ങനെ ആഘോഷം ഉണ്ടാക്കുന്ന, അങ്ങനെ പേര് സമ്പാദിക്കുന്ന പരിപാടിയൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സെക്യൂരിറ്റി റീസൺസിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് വളരെ പക്കായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് ഒരുത്തന്റെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. നോ പെർമിഷൻ നീഡഡ് ഫോർ ഇന്ത്യ. ബ്രസീൽ അവരുടെ നിലപാട് മാറ്റിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ഈ ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യം ഏത് കാരണം കൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാടെടുക്കുന്നത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ബ്രസീലിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രസീൽ നമ്മളെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞപ്പോഴേ നമുക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ബ്രസീലിന്റെ ആ ഒരു നിലപാട് മാറ്റം. കാരണം അവർ ഡിപ്ലോമസി ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള ആകാശ് മിസൈലിന്റെ ആ ഒരു ഡീൽ ബ്രസീൽ വേണ്ടാന്ന് വെച്ചിരുന്നു. അതിന്റെ ഒരു കാരണം കൂടി ഇതാവാം. കാരണം ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പൊ പല കാര്യങ്ങളിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇസ്രായേലിന്റെ സപ്പോർട്ടും കൂടി വേണ്ടി വന്നേക്കാം. നമ്മളുടെ ആയുധങ്ങളിൽ ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ട്. ഇത് ഇൻഡിജിനിയസ് ആയിട്ട് ഉണ്ടാക്കിയ പല സാധനങ്ങളും ഇന്ത്യയുടെ തന്നെയാണ്. ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേറെ പല മേഖലകളിലാണ് വരുന്നത്. അപ്പൊ അത് പ്രിസിഷൻ സ്ട്രൈക്കിലും അതേപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ന്യൂ മോഡേൺ വാർഫെയർ, ഡ്രോൺ, അതേപോലത്തെ മെത്തേഡുകളിലാണ് ഇസ്രായേലിന്റെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ തേടിയിരിക്കുന്നത്. പക്ഷെ അതേസമയം ആകാശ് മിസൈൽ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഫുൾ ഇൻഡിജിനിയസ് ആണ്. ആ ഡീലൊക്കെ മുന്നോട്ട് പോകാനേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധമായിരിക്കണം ആകാശ് മിസൈലിന്റെ ഡീലിൽ നിന്നും ബ്രസീലിനെ പിന്തിരിപ്പിച്ചത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ICCയിലേക്ക് പോകാനുള്ള ബ്രസീലിന്റെ ഒരു നിലപാട് മാറ്റം, ഇസ്രായേലിനെതിരെ സൗത്ത് ആഫ്രിക്കയോടൊപ്പം നിന്ന് ICCയിലേക്ക് പോകാനുള്ള ബ്രസീലിന്റെ നിലപാട് മാറ്റം കാണുമ്പോഴത്തേക്കും നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ GE എഞ്ചിൻ. ഈ GE എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളുടെ തേജാസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ പെർ മന്ത് 2 എണ്ണം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് GE ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എവറി മന്ത് 2 എഞ്ചിൻ വെച്ച് സപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് വീണ്ടും ഈ GE ഇങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അമേരിക്കയുമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ GE വീണ്ടും ഇതേപോലത്തെ ഡിലേ നമുക്ക് ഉണ്ടാക്കില്ല എന്നുള്ളതിൽ എന്താണ് ഉറപ്പ്? ഈ റോൾസ് റോയ്സ് അഥവാ ഈ ഫ്രാൻസിസ് സാഫറോണിന്റെ ഈ ഒരു എഞ്ചിൻ തന്നെയായിരിക്കും ബെറ്റർ എന്തുകൊണ്ടും എന്നുള്ള സജഷൻസും കൂടി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില കീ ഫാക്ടർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇന്ത്യക്കുള്ളിൽ ലോക്കൽ മാനുഫാക്ചറിങ് അഥവാ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ യൂണിറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് കംപ്ലീറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ അവർ നമുക്ക് ചെയ്യും. അത് ഇതിന്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ 100% ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ റൈറ്റ് നമുക്കാണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാർട്ട് പിന്നെ UK റോൾസ് റോയ്സ് ഒന്ന് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ വെക്കണം,
അല്ലെങ്കിൽ ചില ഓഫ് ഓൺ ഗ്രിഡ് സ്വിച്ചുകളൊക്കെ ഉണ്ട് അവരുടെ സൈഡിൽ എന്നുള്ളതൊന്നുമല്ല. ഇത് ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ആയിട്ട് മാറും. ഇതിന്റെ സ്കെയിലബിലിറ്റി അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനെ. അപ്പൊ അങ്ങനത്തെ ചില പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടും GE എഞ്ചിനേക്കാളും ഫാർ ഫാർ ബെറ്റർ ആണ് ഈ റോൾസ് റോയ്സ് അഥവാ ഫ്രാൻസ് സാഫ്രോൺ കമ്പനിയുമായിട്ട് ചേർന്നുണ്ടാക്കുന്ന ഈ റോൾസ് റോയ്സ് എഞ്ചിനിലോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് ഓൾറെഡി തന്നെ എഗ്രിമെന്റ് ഒക്കെ വെച്ച് പേ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ അവര് മാസം 2 എഞ്ചിൻ വെച്ച് തരാം എന്ന് സമ്മതിച്ചത് കൊണ്ട് നമുക്കിനി അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പ്രയോറിറ്റി റോൾസ് റോയ്സിന് പോകുന്നതായിരിക്കും. പക്ഷെ ഏതായാലും നോക്കാം. അതുപോലെ മ്യാൻമറിൽ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ചൈനീസ് ഷാഡോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ചൈനീസ് ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയില്ലേ പാകിസ്ഥാനെതിരെ, അതും ചൈനീസ് ഷാഡോ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മ്യാൻമറിലും ചൈനീസ് ഷാഡോ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും അടി മേടിച്ച് ചമ്മന്തിയാകുന്ന ചൈനീസ് ടെക്നോളജിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഇന്ത്യയുടെ മുന്നിൽ നിരുപാധികം പരാജയപ്പെടുന്ന ചൈനീസ് ടെക്നോളജി, ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തരത്തിലും ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച ഇന്ത്യൻ സാധനങ്ങളുടെ മുന്നിൽ ചൈനീസ് പ്രോഡക്റ്റുകളോ ചൈനീസ് ഡിഫൻസ് സിസ്റ്റമോ ഇതൊന്നും തന്നെ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ സീറോ ആക്കി തീർക്കുന്ന ആക്രമണങ്ങളാണ് നമ്പർ 1 ഓപ്പറേഷൻ സിന്ദൂർ, നമ്പർ 2 ഇതായി ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ അറ്റാക്ക്. ഇവരെല്ലാം ചൈനീസ് സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ആധിപത്യം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന 2 ആക്രമണങ്ങളുടെ പേരാണ് ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്. അതുപോലെ ബലൂചിസ്ഥാനികളുടെ ആക്രമണം ശക്തമായി നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് അസീം മുനീർ ശ്രീലങ്ക അവിടെ ISI കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഈ വസിരിസ്ഥാൻ ആ ഭാഗത്ത് 2-3 ദിവസങ്ങൾ കൊണ്ടേ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരു കൂട്ടം പാകിസ്ഥാൻ സോൾജേഴ്സ് സറണ്ടർ ആയിരിക്കുകയാണ് ഇവിടെ ലോക്കൽ ഗ്രൂപ്പിന്റെ അടുത്ത്. ഈ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തെഹ്രീക്ക് താലിബാൻ. ഈ തെഹ്രീക്ക് താലിബാനികൾ ഒരു കൂട്ടം പാകിസ്ഥാൻ സോൾജേഴ്സിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് അവര് ഒരു 2-3 ദിവസത്തില് ഇതിന്റെ പൂർണ്ണ രൂപമായിട്ടുള്ള വീഡിയോ പുറത്തുവിടുന്നതാണ്. അതായത് ഈ പാകിസ്ഥാനി സോൾജേഴ്സ് എങ്ങനെയാണ് മുട്ടുകുത്തി സറണ്ടർ ആവുന്നത് ഈ ഒരു ലോക്കൽ ഗ്രൂപ്പ്സിന്റെ അടുത്ത് എന്നുള്ളൊരു വീഡിയോ ഈ തെഹ്രീക്ക് താലിബാനികൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ വൈകാതെ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അസീം മുനീർ, ആർമി ജനറലാണ്, ഭയങ്കര ചീഫാണ്, പ്രസിഡന്റും കൂടി ആവാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇയാളൊക്കെ ഏത് രീതിയിലാണ് ആ രാജ്യത്തിനോട് ഇയാൾക്കുള്ള കൂറ്. അതായത് പാകിസ്ഥാനിൽ പൊസിഷനിൽ വരുന്ന ഒറ്റ വ്യക്തിക്ക് പോലും ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനോട് ഒരു രീതിയിലുള്ള താല്പര്യങ്ങളോ ഒരു നന്ദിയോ ഒന്നും തന്നെ ഇല്ല. ഒരു പാട്രിയോട്ടിസം ഇല്ലാത്തൊരു സമൂഹം. അവർക്കുള്ളതെല്ലാം തലയിൽ മതം, അത് മാത്രമാണ് ഉള്ളത്. അതിൽ ഊന്നിപ്പിടിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തുടരെ നടത്തുന്നത്. അത് അയാൾ അന്നൊരു പ്രസംഗം കാഴ്ചവെച്ചായിരുന്നല്ലോ, ഇന്ത്യക്കും നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. ആ വ്യത്യാസം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളും കൂടി അങ്ങ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നാനാജാതിയിലും മതത്തിലുമുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. അത് നേരെ മറിച്ച് പാകിസ്ഥാനിലത് അങ്ങനെയല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് അങ്ങ് പറയുന്നില്ല, അത് നിങ്ങൾ ഊഹിച്ചങ്ങ് എടുത്താൽ മതി. ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ പറഞ്ഞിരിക്കുകയാണ്, പഹൽഗാം ആക്രമണം ഫുൾ ആൻഡ് ഫുൾ ഒരു സുരക്ഷാ വീഴ്ചയാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പുള്ളി സ്വയമേ അങ്ങ് സമ്മതിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ അന്നേ പറഞ്ഞതാണ്, സുരക്ഷാ വീഴ്ചയാണ്, അതിൽ യാതൊരു മാറ്റമില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണല്ലോ. അതിപ്പോ ഏറ്റെടുത്തിട്ട് കാര്യമൊന്നുമില്ല, സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഏറ്റെടുത്തിട്ട് ഇപ്പൊ എന്ത് കാര്യമാണുള്ളത്. രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് 15 രാജ്യങ്ങൾ, 15 രാജ്യങ്ങൾ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, 15 രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. രാജ്യങ്ങളുടെ പേരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചില കോൺഫിഡൻഷ്യൽ വിഷയങ്ങളാണ് അതൊക്കെ, കാരണം ഒരുപാട് ഡീൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷെ 15 രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് താല്പര്യം അറിയിച്ചിരിക്കുകയാണ്, എസ്പെഷ്യലി ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഫ്രഞ്ച് റെപ്രസെന്റേറ്റീവ് ബാർട്ടൺ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതില് നമ്മൾ ഓൾറെഡി തന്നെ നമ്മളുമായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ ഉള്ള രാജ്യമാണ് ഫ്രാൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാം വെൽക്കമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഡിഫൻസ് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ച. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഒരു സൈഡിൽ ചൈനയിൽ പോയി നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഈ ബോർഡർ ഇഷ്യൂവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. കാരണം ബോർഡർ ഇഷ്യൂ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു കരാറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എഗ്രിമെന്റോ ഒരു അമിക്കബിൾ സൊല്യൂഷനോ ഒന്നും തന്നെ എത്താതെ നമുക്ക് റെയർ എർത്ത് മിനറൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് സഹകരണം ഇതിലൊന്നും ഓപ്പൺ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഇവിടെ ഇന്ത്യക്കുള്ളിൽ നിന്ന് ദലായ് ലാമ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റ്.
ആ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല, ഇന്ത്യക്കുള്ളില് ഇന്ത്യ ഒരു എപ്പിക് സെന്റർ ആണ്. എന്തിന്റെ എപ്പിക് സെന്റർ ആണ്? അതായത് ബുദ്ധിസ്റ്റുകൾക്ക് ഒരു സ്റ്റഡി സെന്റർ ആണ്. ബുദ്ധിസ്റ്റിനെ കുറിച്ച് പഠിക്കാനും ബുദ്ധിസ്റ്റിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനും ഇന്ത്യ ഒരു നല്ല രീതിയിലുള്ള എപ്പിക് സെന്റർ ആണെന്നുള്ള പോസിറ്റീവ് നോട്ടാണ് പുള്ളി പറഞ്ഞു വെച്ചത്. അതിലൂടെ ഒരു സൈഡിൽ ചൈനയെ താഴ്ത്തിക്കെട്ടുന്നുണ്ട്, നേരെ മറിച്ച് ചൈനയില് ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ് എന്നും കൂടിയാണ് കൂട്ടിച്ചേർത്തത്. അപ്പൊ അത് ഒരു സൈഡിൽ ചൈനയെ താഴ്ത്തിക്കൊണ്ട് ഇന്ത്യയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുള്ള പോസിറ്റീവ് നോട്ടാണ് ദലായിലാമ പറഞ്ഞു വെച്ചത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇനിയിപ്പോ ഏതെങ്കിലും തരത്തില് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ ഇനി കൂടുതൽ വഷളാക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇപ്പൊ തന്നെ EV കാർ കമ്പനികളൊക്കെ പൂട്ടിക്കിടക്കാണ്, അതാണ് അവസ്ഥ. അതുപോലെ ഹെലനിക് നേവി എന്ന് പറയുന്നത് ഗ്രീസിന്റെ നേവിയാണ്. ഈ ഗ്രീസിന്റെ നേവി ഇന്ത്യയിൽ മുംബൈ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ഒരു ജോയിന്റ് നേവൽ എക്സസൈസ് ആണ് അവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇത് തുർക്കിക്കെതിരെയുള്ള ഒരു നിലപാടും കൂടിയാണ്, ഗ്രീസും ഇന്ത്യയും കൂടെ ഒരുമിച്ച് ഒരു നേവൽ എക്സസൈസ് നടത്തുന്നത്. 23 നക്സൽ തീവ്രവാദികൾ സറണ്ടർ ആയിട്ടുണ്ട്. ഇവരുടെയൊക്കെ തലയ്ക്ക് ഏതാണ്ട് 1.18 കോടി ബൗണ്ടി പ്രഖ്യാപിച്ചിരുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ 23 നക്സൽ തീവ്രവാദികൾ സറണ്ടർ ആയിരിക്കുന്നത്. ഇത് ചണ്ഡീഗഡിലാണ് ഈ ഒരു സംഭവം. ഈ ചണ്ഡീഗഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീവ്ര ഇടത് ചിന്താഗതിയുള്ള ഈ സംഘടനയുടെ ഒരു താവളമാണ്, അങ്ങനെ തന്നെ പറയാം. തുടരെ അവിടെ ആക്രമണങ്ങളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു 5-6 ഇങ്ങനെ ആൾക്കാരെ പിടിക്കാറുണ്ട്. പക്ഷെ എന്നാലും 23 പേര് ഒരുമിച്ച് സറണ്ടർ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ആ ടീമിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ തീവ്രവാദികളുടെ ടീമിന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു 23 പേര് സറണ്ടർ ആയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിന്റെ ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വരുന്ന മുറയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.